അതിതീവ്ര മഴക്കെടുതിയുണ്ടായ കോട്ടയം ഇല്ലിക്കലിൽ രക്ഷാപ്രവർത്തനത്തിന് NDRF സംഘമെത്തി. സേവാഭാരതി അടക്കമുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ മിഥുൻ മുരളിയാണ് ചേരുന്നത്. മിഥുനെ, അങ്ങനെ ഈ കോട്ടയം ഇല്ലിക്കൽ എന്ന് പറയുന്ന പ്രദേശം വലിയ രീതിയിൽ മഴക്കെടുതിയുണ്ടായ അല്ലെങ്കിൽ മഴയുടേതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നേരിട്ട ഒരു സ്ഥലമാണ്, വലിയ രീതിയിൽ ഒറ്റപ്പെട്ടൊരു സ്ഥലമാണ്. അവിടെ ഇപ്പോൾ NDRF സംഘമുണ്ട്, അതുപോലെ തന്നെ സേവാഭാരതി പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് രക്ഷാപ്രവർത്തനങ്ങൾ സേവാഭാരതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നത്. മിഥുൻ. അതിതീവ്ര വെള്ളപ്പൊക്കമുണ്ടായ കോട്ടയം ജില്ലയിലെ ഇല്ലിക്കലിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാനും ക്യാമറമാനും മുട്ടിന് മുകളിൽ വെള്ളത്തിലാണ് നിൽക്കുന്നത്. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടും ഞാനും നിൽക്കുന്നത് മുട്ടിന് മുകളിൽ വെള്ളത്തിൽ. ഇനിയുള്ള മേഖലകളിലേക്ക് പോയി കഴിഞ്ഞാൽ കഴുത്തറ്റോളം വെള്ളമുണ്ട്. ആ മേഖലകളിലേക്ക് നമുക്ക് പോകുന്നതിന് പ്രയാസമുണ്ട്. വാഹനങ്ങൾ കടന്നു പോകുകയില്ല, നടന്നു പോകാനും ബുദ്ധിമുട്ടാണ്. അത്രയും ദുർഘടം പിടിച്ച ഒരു പ്രദേശമായി ഈ സ്ഥലം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസമായി അതിതീവ്രമായിട്ടുള്ള മഴയാണ് ഈ പ്രദേശത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിതീവ്രമായിട്ടുള്ള വെള്ളപ്പൊക്കമാണ് ഈ പ്രദേശത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കോട്ടയത്തിൻ്റെ കിഴക്കൻ മേഖലയാണ്. കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിൽ ഈ ഇല്ലിക്കൽ, ആർപ്പുക്കരയുടെ കരിപ്പ, ഈ 2 ഭാഗങ്ങളിലാണ് അതിതീവ്രമായിട്ടുള്ള വെള്ളപ്പൊക്കം നേരിട്ട പ്രദേശങ്ങൾ. ഇവിടെ നിന്ന് മുഴുവൻ ആളുകളെയും മാറ്റിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മറ്റ് സുരക്ഷിത മേഖലകളിലേക്കുമൊക്കെ ഇവിടുത്തെ മുഴുവൻ ആളുകളെയും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രതിനിധികളടക്കം പറയുന്നത്. ഇപ്പോൾ NDRF സംഘവും അവിടെ ഏതെങ്കിലും വീടുകളിലൊക്കെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെ പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടി, രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഒപ്പം തന്നെ സേവാഭാരതി പ്രവർത്തകർ കൃത്യമായി മുഴുവൻ സമയവും ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തന ദൗത്യവുമായി കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. സേവാഭാരതി പ്രവർത്തകർ ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് രക്ഷാപ്രവർത്തന ദൗത്യവുമായി അവിടേക്ക് പോയിട്ടുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. മറ്റൊന്ന് ആർപ്പുക്കരയിലെ കരിപ്പ് ഭാഗമാണ്. ആ ഭാഗത്ത് നിന്നും മുഴുവൻ ആളുകളെയും ഇപ്പോൾ മറ്റിടങ്ങളിലേക്ക്, സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ പെട്ടെന്നുണ്ടായ കുറഞ്ഞ സമയത്തുണ്ടായ കൂടുതൽ മഴയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അതിതീവ്രമായിട്ടുള്ള വെള്ളപ്പൊക്കം ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നതിന് കാരണമായതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇന്നലെ രാത്രി 2:30 ഈ പ്രദേശത്ത് വലിയ രീതിയിൽ വെള്ളം വീടുകളിലേക്ക് ഇരച്ചു കയറിയത്. മുൻകരുതലുകളൊന്നും എടുക്കാൻ ആളുകൾക്ക് സാധിച്ചില്ല. അപ്രതീക്ഷിതമായി വെള്ളം വീടുകളിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു എന്നുള്ളതാണ്. ഈ പ്രദേശത്തോട് ചേർന്ന താഴത്തങ്ങാടി, ഇല്ലിക്കലിനോട് ചേർന്ന കുമരകം, മറ്റു ഭാഗങ്ങളിലെല്ലാം തന്നെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് വെള്ളം വീടുകളിലേക്ക് ഇരച്ചു കയറി വീട്ടിലെ മറ്റ് സാധന സാമഗ്രികളെല്ലാം നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വീടിൻ്റെ മുകളിലത്തെ ടെറസിലും മറ്റുമായിട്ടാണ്, മുകളിലത്തെ നിലകളിലൊക്കെയാണ് പരമാവധി ആളുകൾ ഇന്ന് രാവിലെ വരെ അഭയം പ്രാപിച്ചത്. അതിനുശേഷം ബന്ധു വീടുകളിലേക്കൊക്കെ എത്രയും വേഗം കയ്യിൽ കരുതാവുന്ന ആവശ്യ വസ്തുക്കളുമായി പോവുകയായിരുന്നു. വീട്ടിലെ വാഹനങ്ങളടക്കം നശിച്ചു പോകുന്ന, അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിക്കുന്ന വാഹനങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന, അങ്ങനെയുള്ള സ്ഥിതിവിശേഷങ്ങളൊക്കെ ആയിരുന്നു ഈ പ്രദേശത്ത് നിന്ന് രാവിലെ മുതൽ കാണാൻ കഴിഞ്ഞത്. ചേട്ടാ, എന്താണ് അവസ്ഥ? വെള്ളപ്പൊക്കം ಜಾಸ್ತಿ വെള്ളം ടയർ വെള്ളം താരെ പോയി. അതിഥിത്തൊഴിലാളികളായ ആളുകളും ധാരാളമുള്ള പ്രദേശമാണ്. ഇത്തരത്തിൽ ഇവിടുന്ന് സാധന സാമഗ്രികളുമൊക്കെ, ജോലിയുടെ ആവശ്യ സംബന്ധമായിട്ടുള്ള സാധന സാമഗ്രികളുമൊക്കെ ഇവിടെ നിന്ന് മാറ്റുന്നതിനുമൊക്കെയുള്ള കാര്യങ്ങളുമൊക്കെയായിട്ട് അവർ ഈ പ്രദേശത്ത് കുറച്ച് ആളുകളുണ്ട്. ഭൂരിഭാഗം ആളുകളെയും ഈ പ്രദേശങ്ങളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നാണ് വാർഡ് കൗൺസിലർമാർ, മറ്റ് ജനപ്രതിനിധികളെല്ലാം നമ്മെ അറിയിക്കുന്നത്. രോഗികളടക്കമാണ് ഈ പ്രദേശത്ത് നിന്ന് പുറത്തേക്ക് നടന്നു പോകുന്നതിന് സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെയാണ് ഈ പ്രദേശത്ത് മിക്കയിടങ്ങളിലും കുടുങ്ങിക്കിടന്നത്. അവരെ രക്ഷാപ്രവർത്തന ദൗത്യവുമായിട്ടാണ് ഇപ്പോൾ സേവാഭാരതി പ്രവർത്തകരും NDRF മറ്റും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമെല്ലാം ഈ പ്രദേശങ്ങളിൽ സജീവമായി രാവിലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തന ദൗത്യവുമായി മുഴുകുന്നത്. പരമാവധി ആളുകളെ എത്രയും വേഗം പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ, 100-ലധികം ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ ഈ പ്രദേശം ഉൾപ്പെടുന്ന കോട്ടയം താലൂക്കിൽ പ്രവർത്തിക്കുന്നുണ്ട്. പരമാവധി ആളുകൾ സ്വമേധയാ ഒഴിഞ്ഞു പോകുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2018 പ്രളയത്തിന് ശേഷം ഇത്രയും അതിതീവ്രമായിട്ടുള്ള ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് ഈ വർഷമാണ്. അതുകൊണ്ട് മുൻകാലങ്ങളിലെ അനുഭവങ്ങൾ മൂലം ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള മുൻകരുതൽ എന്ന നിലയിൽ രാവിലെ തന്നെ, ഇന്നലെ രാത്രി വെള്ളം വീടുകളിലേക്ക് ഇരച്ചു കയറിയ ആ നിമിഷം മുതൽ ഭയപ്പാടിലായ ജനങ്ങൾ അതിരാവിലെ തന്നെ ആവശ്യ വസ്തുക്കൾ മാത്രം കയ്യിലെടുത്തുകൊണ്ട് കുട്ടികളെയും ഒക്കെയായി, വയോധികരെയും ഒക്കെയായി പരമാവധി സുരക്ഷിത മേഖലകളിലേക്ക് സ്വമേധയാ പോകാനുള്ള ഒരു തയ്യാറെടുപ്പുകളായിരിക്കുകയായിരുന്നു ഇവിടുത്തെ ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്തായാലും ഈരാറ്റുപേട്ട, പാല ഉൾപ്പെടുന്ന കിഴക്കൻ മേഖലകളിൽ, പൂഞ്ഞാർ ഉൾപ്പെടുന്ന മേഖലകളിലാണ് ആദ്യം അതിരൂക്ഷമായിട്ടുള്ള മഴ സംഭവിച്ചത്. വെള്ളപ്പൊക്കമുണ്ടായത്, ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള നാശനഷ്ടങ്ങൾ അവിടെയാണ് സംഭവിച്ചത്. ആ മേഖലകളിൽ നിന്ന് വെള്ളം ഇറങ്ങുന്ന പശ്ചാത്തലത്തിൽ, അവിടുന്ന് വെള്ളം ഇറങ്ങി നേരെ എത്തുന്നത്, കിഴക്കൻ മേഖലയിൽ നിന്നും വെള്ളം എത്തുന്നത്
ഈ പടിഞ്ഞാറൻ മേഖലയിലേക്കാണ്. ആർപ്പൂക്കര, അയ്മനം, മണർകാട് ഉൾപ്പെടുന്ന ഈ പ്രദേശത്തേക്കാണ്, വിജയപുരം ഉൾപ്പെടുന്ന ഇല്ലിക്കൽ, താഴത്തങ്ങാടി ഉൾപ്പെടുന്ന ഈ പടിഞ്ഞാറൻ മേഖലയിലേക്ക് വെള്ളം എത്തുന്നതാണ്. ഇത്തരത്തിൽ വെള്ളക്കെട്ട് ഇവിടെ ഉയരുന്നതിന്, വെള്ളപ്പൊക്കം ഉയരുന്ന രീതിയിലേക്ക് രൂക്ഷമായിട്ടുള്ള ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വെള്ളം എത്തുന്നതിനൊക്കെ ഉള്ള കാരണങ്ങളിൽ ഒന്ന്. അതോടൊപ്പം തന്നെ തീവ്രമായിട്ടുള്ള മഴ. ഇന്നലെ രാത്രി നിർത്താതെ പെയ്ത മഴ, മണിക്കൂറിൽ കൂടുതൽ മഴ ലഭിച്ചതും ഈ പ്രദേശത്ത് കാര്യങ്ങൾ ഈ സ്ഥിതിയിലേക്ക്, ആശങ്കപ്പെടുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുന്നതിന് കാരണമായി എന്നുള്ളതാണ് വിലയിരുത്തലുണ്ടാകുന്നത്. ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. ഇടവിട്ടുള്ള മഴ രാവിലെ 7 മണിക്ക് ശേഷമുള്ള സമയത്തുമുണ്ടായി. പക്ഷേ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ സ്ഥിതിഗതികൾ മാറും എന്നുള്ള ഒരു കാര്യം തന്നെയാണ്, ഒരു പ്രതീക്ഷ തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഉള്ളത്. എന്തായാലും എത്രത്തോളം ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം, എത്രത്തോളം ഭയാനകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കടകമ്പോളങ്ങളൊക്കെ വ്യാപകമായി നശിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തെ മിക്ക കടകളുടെയും അവസ്ഥ ഇതാണ്. വലിയ നഷ്ടമാണ്, ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഈ ഭാഗത്തൊക്കെ സംഭവിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് റോഡ്, ഈ കുമരകം ചേർത്തല റോഡാണ്. ഈ റോഡിൻ്റെ ഭാഗങ്ങളിൽ എവിടെയാണ് കുഴി, എവിടെയാണ് വെള്ളം ഉള്ളത്, വെള്ളം കൂടുതലുള്ളത് എന്നൊക്കെ നമുക്ക് പറയാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് തോട് പോലെ അല്ലെങ്കിൽ പുഴ പോലെ ആയി മാറിയിരിക്കുന്നു ഈ പ്രദേശമാകെ എന്നുള്ളതാണ്. പരിചയമില്ലാത്ത ആളുകൾക്ക് ഇവിടെ ഈ വെള്ളത്തിൽ കൂടി മുന്നോട്ട് നീങ്ങിയാൽ പോലും അപകടങ്ങൾ സംഭവിക്കാം.